നമ്മൾ പഠിച്ചു നിർത്തിയത് വീസ്റ്റോൺ ബ്രിഡ്ജ് ആയിരുന്നു. അതിന്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു നമുക്ക് കിട്ടിയത്? ഫൈനലി P/Q ഈസ് ഈക്വൽ ടു R/S. അതിന്റെ പ്രിൻസിപ്പിള് കിർച്ചോഫ്സ് ലോ ആയിരുന്നു. കിർച്ചോഫ്സ് ലോയുടെ ഫസ്റ്റ് ലോ നമുക്കറിയാം, ജംഗ്ഷൻ ലോ. സെക്കൻഡ് ലൂപ്പ് റൂൾ. അത് രണ്ടും കൂടെയും കണക്ട് ചെയ്തിട്ട് അതിന്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് അതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ എഴുതിയാണ് വീസ്റ്റോൺ ബ്രിഡ്ജ്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞത്. ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ്, ഒരു റെസിസ്റ്റർ ഉണ്ട്. ഇവിടെ നമുക്ക് രണ്ടാമതൊരു റെസിസ്റ്റർ ഇരിക്കുന്നു. ഇവിടെ ഒരു മൂന്നാമതൊരു റെസിസ്റ്റർ. ഇങ്ങനെ 4 റെസിസ്റ്റർ കണക്ട് ചെയ്യുകയും അവ തമ്മിൽ ഒരു സ്വിച്ചും ഒരു ഗാൽവനോമീറ്ററും കൊണ്ട് പാരലാക്കി വെച്ചു. ശരിക്കും അല്ലേ? ഈ ജോയിന്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പാരലല്, ഇത് അതിന് പാരലായിരിക്കും. ഇത് P, ഇത് Q, ഇത് R, ഇത് S. ഞാനൊന്ന് പറഞ്ഞ് തെറ്റിക്കരുത്. P/Q ഈസ് ഈക്വൽ ടു R/S. അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്താൽ. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്ന ചില ചോദ്യങ്ങൾ, ചില പർട്ടിക്കുലർ പ്രോബ്ലങ്ങളുണ്ട്. അത് CBSEക്ക് പ്രത്യേകിച്ച് ഫിഗർ തന്നിട്ട് വാട്ട് ഈസ് എ നെറ്റ് റെസിസ്റ്റൻസ് എന്ന് ചോദിക്കും. ഇപ്പം പ്രത്യേകിച്ചൊന്നും ഓർക്കാനില്ല. റെസിസ്റ്ററുകൾ സീരീസ് ആണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. റെസിസ്റ്റൻസ് പാരലൽ ആണെങ്കിൽ 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഈ രണ്ട് ഇക്വേഷനും നമുക്കറിയാം. പിന്നെ ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞ് കറണ്ട്, ഇപ്പം I1 എന്ന് പറയുന്ന ഒരു കറണ്ട് ഇതിലെ വരുവാണെങ്കിൽ അതിന് റെസിസ്റ്റൻസ് കുറഞ്ഞ പാതയിലൂടെ അതിന്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്യും. അപ്പം I1 ഇതിലേ പോയി, I1 ഇതിലേ വന്ന് ഇങ്ങനെ പോകുന്നു. ഇവിടുന്ന് I ആണ് വരുന്നതെങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങോട്ട് പോയത് I1, ബാക്കി കുറച്ച് ഭാഗം കറണ്ട് താഴത്തേക്ക് പോയി, അത് I2 ആണ്. അതിങ്ങനെ പോയി ഇങ്ങനെ അങ്ങ് പോകും. അപ്പം നോക്കിയേ, ഈ സ്വിച്ച് ഇട്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ I1ഉം പോവും, ഇങ്ങനെ I2ഉം പോവും. ഈ സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പം നമുക്ക് ഇതിനെ ഫസ്റ്റ് ലൂപ്പായിട്ടും ഇതിനെ സെക്കൻഡ് ലൂപ്പായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലങ്ങളുടെ പിന്നിലുള്ളൊരു തിയറി എന്ന് പറയുന്നത്. നമുക്ക് ചെയ്തു വരുമ്പം മനസ്സിലാകും. അതായത് എവിടെയെങ്കിലും റെസിസ്റ്റൻസ് കൂടിയ ഒരു ഭാഗത്തോടെ പോകേണ്ടി വന്നാൽ ആ പാത്ത് ഒഴിവാക്കിയിട്ട് കറണ്ട് സഞ്ചരിച്ചിങ്ങ് പോരും. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാകും. ക്വസ്റ്റ്യൻ നമ്പർ 1, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം. ഫൈൻഡ് ഔട്ട് ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് B. ഫൈൻഡ് ഔട്ട് ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് B. എയും ബിയും രണ്ട് സർക്യൂട്ടുകളുടെ അല്ലെങ്കിൽ നമ്മളുടെ സർക്യൂട്ട് രണ്ട് പോയിന്റുകളാണ്. ആ എയ്ക്കും ബിക്കും ഇടയിലുള്ള അല്ലെങ്കിൽ ആ സർക്യൂട്ട് എ തുടങ്ങി ബി എ തീർന്ന് കംപ്ലീറ്റ് ആകുന്ന ആ സർക്യൂട്ടിലെ നെറ്റ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഒരു കാര്യം എടുത്ത് തന്നിട്ടുണ്ട്. ഈച്ച് റെസിസ്റ്റൻസ്, ഓരോ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ഓം ആണ്. ഇനി ഫിഗർ ഇതാണ്. ഒരു റെസിസ്റ്റർ, സെക്കൻഡ് റെസിസ്റ്റർ, തേർഡ് റെസിസ്റ്റർ. അതിങ്ങനെ ഒരു ക്ലോസ് ലൂപ്പ് ഉണ്ടാക്കി ഇവിടെ ഒരു സർക്യൂട്ട്, ഇതാണ് എ, ദിസ് ഈസ് ബി. ഇവിടെ സെൻട്രിൽ വന്ന് ഇവിടുന്ന് ഒരു റെസിസ്റ്റർ ഇതേലോട്ട് ഘടിപ്പിച്ച് ഇവിടുന്ന് ഒരു റെസിസ്റ്റർ ഇതേലോട്ട് ഘടിപ്പിച്ചു എങ്കിൽ ഇവിടെ എ മുതൽ നോക്കി
ഇങ്ങനെ കറണ്ട് ഇങ്ങനെ പോകാം. ഇവിടെയാണ് നമ്മളൊരു പൊട്ടൻഷ്യൽ കൊടുത്തേക്കുന്നത് ഓർക്കുക. അങ്ങനെ പരീക്ഷയ്ക്ക് ബാറ്ററി ഒന്നും വരച്ചു തരില്ല. അപ്പം ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ സർക്യൂട്ടിലെ കറണ്ട് ഫ്ലോ വേണേ ഇതിലെ തുടങ്ങി ഇതിലെ കറങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ വരാം, ഇതിലെ തുടങ്ങി ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വന്ന് വരാം, ഇതിലൊരു ഭാഗം പോയി ഇങ്ങനെ വരാം, ഇതിലൊരു ഭാഗം പോയി ഇങ്ങനെ വരാം. അപ്പം ഓരോ റെസിസ്റ്ററിന്റെ വാല്യൂ 2 ഓം വീതമാണെങ്കിൽ ഈ സർക്യൂട്ടിലെ മൊത്തം റെസിസ്റ്ററിന്റെ ടോട്ടൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ടോട്ടൽ റെസിസ്റ്റൻസ് ആർ എത്രയാണ്? ടോട്ടൽ റെസിസ്റ്റൻസ് ആറിന്റെ വാല്യൂ എത്രയാണ് കണ്ടുപിടിക്കുക. ചെയ്ത് നോക്കിയേ. എന്തെങ്കിലും ഐഡിയ ഉണ്ടേ പറഞ്ഞേ. ഇവിടെ നോക്കിയേ. ഇവിടെ എ എന്ന പോയിന്റിൽ കറണ്ട് ഒഴുകാൻ തുടങ്ങിയാൽ അവനിത് ഇങ്ങനെ ഇവിടെ വരാം അല്ലേ? ഫസ്റ്റ് ഈ ജംഗ്ഷനിൽ വരും. എത്ര വന്നാലും ഈ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും. ഇവിടെ വരെ വേറെ സംശയമൊന്നും. ഇനി ഇവിടെ വരുന്നവൻ, ഈ ഒഴുകി ഇവിടെ വരുന്നവൻ ബിയിലേക്ക് എത്താൻ ഇതിലെ തലകുത്തി കറങ്ങി വരുവോ ഇതിലെ ഇങ്ങോട്ട് വരുവോ? ഏത് പാത്ത് ചൂസ് ചെയ്യും? അതിന് ഏറ്റവും ഈസി ആയിട്ട് റെസിസ്റ്റൻസ് കുറഞ്ഞിടത്തോടെ പോരാനായി ശ്രമിക്കും. ഇതിലേ പോയി ഇതിലേ ഇറങ്ങി ബിയിൽ വരും. മനസ്സിലായോ? അപ്പൊ അതാണ് അതിന്റെ ഫസ്റ്റ് ഇക്വലന്റ് സർക്യൂട്ട്. ഇവിടുന്ന് തുടങ്ങി ഇതിലേ കറങ്ങി ഇവിടെ തിരിച്ചു വരും. അപ്പൊ ഈ റെസിസ്റ്ററെ കയറിയില്ല. അതുപോലെ തന്നെ ഇവിടുന്ന് തുടങ്ങി ഇവിടെ വന്ന് ഈ 2 ഓമിലൂടെ കയറി ഇവിടെ വന്നു വെച്ച് ഇതിനിങ്ങനെ ഇറങ്ങി പോകേണ്ട ആവശ്യമില്ല. റെസിസ്റ്റൻസ് കുറഞ്ഞ ഈ പാത്തിലൂടെ തിരിച്ച് ഇവിടെ വരും. ഇതിലേ വന്ന് തിരിച്ച് ഇങ്ങോട്ട് കയറി. അപ്പൊ നോക്കി, ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സർക്യൂട്ട് ഇതൊരു ലൂപ്പായി അല്ലേ? ഇനി ആ എയിൽ നിന്നുകൊണ്ട് തന്നെ നോക്കുമ്പോൾ ഇതിങ്ങനെ പോയി ഇതിങ്ങനെ പോയി. അപ്പൊ നോക്കിയേ, ഈ സാധനം ഇവിടെ നമുക്ക് ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഈ കറണ്ട് ഒഴുകുന്നത് ഈ 2 ഓമേ കയറുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇത് ഇക്വലന്റ് സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ്, ഇവിടെ ഒരു റെസിസ്റ്റൻസ്, ഇവിടെ ഒരു റെസിസ്റ്റൻസ്, ഇവിടെ ഒരു റെസിസ്റ്റൻസ്. ഇവിടെ നമ്മൾ ഈ പറയുന്ന ഗാൽവനോമീറ്റർ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് കയറി പോകാത്ത ഭാഗത്ത് ആക്ച്വലി ഇങ്ങനെ ഒരു സർക്യൂട്ട് ചോദിച്ചാൽ അത് എന്തിന് ഇക്വലന്റ് ആണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഇക്വലന്റ് ടു എ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ഇനി ഇവൻ ഇത്ര ഇങ്ങനെ പോകുന്നത് സീരിയസ് ആയിട്ടാണ് അല്ലേ? അപ്പൊ ഞാൻ ഇവന് 1 എടുത്ത് ഇവനെ 2 എടുത്ത്. 1 എന്ന് പറയുന്നതിനകത്ത് അവൻ സീരിയസ് ആയിട്ട് എ മുതൽ ബി വരെയും പോകുന്നു. സീരിയസ് ആയിട്ട് പോകുമ്പോൾ നമുക്കറിയാം R = R1 + R2 that is equal to 2 + 2 that is equal to 4. അതായത് ഇത്രയും ഭാഗത്ത്. ഇവിടെയും സിമിലർ വേ ഇൻ സെക്കൻഡ് ലൂപ്പ് the current is travel from A to B in 2 resistances with a resistance value 2 ohm. Therefore, in series combination R is equal to R1 + R2 that is equal to 2 + 2 that is equal to 4 ohm. ഇനി നോക്കുക, ഇതിങ്ങനെ ഒരെണ്ണം സീരീസ്, ഇങ്ങനെ ഒരെണ്ണം സീരീസ്. നേരെ പറിച്ചാലോ ഇത് തമ്മിൽ പാരലായി പോയി അല്ലേ? ഇവൻ അങ്ങോട്ടൊരു സർക്യൂട്ട്, ഇത് അതിന് പാരലായിട്ട് ഇങ്ങോട്ട്. അപ്പം നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ 4 ഓം 4 ഓം എന്ന് പറയുന്നത് രണ്ടാമത്തെ 4 ഓമിന് പാരലായിരിക്കും. അപ്പൊ എങ്ങനെ വരും? 1/R is equal to 1/4 + 1/4 that is equal to 2/4. അത് 1/R. Therefore R is equal to 4/2 or 2 ohm. മനസ്സിലായോ? രസം നോക്കിയ പ്രോബ്ലം ചെയ്യാം, വീഡിയോ കൊടുക്കാം. എവിടെയെങ്കിലും 5 റെസിസ്റ്റൻസ് ഉള്ള ഒരു പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 5 അതിൽ കൂടുതലോ എത്രയെങ്കിലും ആട്ടെ, ഏതെങ്കിലും റെസിസ്റ്റർ ഒഴിവാക്കുക. കൂടുതൽ ഇപ്പൊ നോക്കി, ഇവിടുന്ന് വന്നാൽ ഓൾറെഡി 2, ഇതിലെ ഇറങ്ങി വന്നാൽ ഇവിടുന്ന് 4, ഇതിലെ ഇറങ്ങി വന്നാൽ വീണ്ടും ഇവിടുന്ന് 2, 6 ആയി പോയല്ലേ, 6 ഓം. അപ്പൊ അവൻ ആ പാത്ത് തിരഞ്ഞെടുക്കില്ല. അങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന പാത്ത് ഉണ്ടെങ്കിൽ ആ റെസിസ്റ്റർ നമ്മൾ മാറ്റി നിർത്തും. ബാക്കി റെസിസ്റ്ററിന്റെ വാല്യൂവിനെ എടുത്തേച്ച്
ഈ ചാപ്റ്ററിൽ തന്നെ നെറ്റ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ വെച്ച് സീരീസ് ആണ് സീരീസ്, ഇതും സീരീസ്, അത് രണ്ടും കൂട്ടി. പിന്നെ അവ തമ്മിൽ പാരലാണ്. ഇതുപോലെ ഇക്വലന്റ് സർക്യൂട്ട് ആകുമ്പോഴത്തേന് ഈ രണ്ടും സീരീസ്, രണ്ടും സീരീസ് പാരലായി വരുമ്പം നെറ്റ് സർക്യൂട്ട് വരച്ച് കഴിയുമ്പം പാരലൽ ആകുന്നതിനെ പാരലലിന്റെ ഇക്വേഷൻ വെച്ച് ചെയ്ത് ഫൈനൽ ഇക്വേഷനോട്ട് എത്തണം. ഒരിക്കൽ കൂടി പറയാം, ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിർച്ചോഫ്സ് ലോ ആണ്. ഈ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന സർക്യൂട്ട് എന്നാന്ന് ചോദിച്ചാൽ അത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. നമ്മൾ അവിടെ പറഞ്ഞ പോലെ ഗാൽവനോമീറ്റർ നടുക്ക് ഘടിപ്പിക്കുമ്പം അതിലൂടെ കറണ്ട് കയറാതെ മുകളോടെയും താഴത്തോടെയും പോകും. ഗാൽവനോമീറ്ററിൽ അല്ലെങ്കിൽ ബാലൻസിങ് ടൈമിൽ നൾ ഡിഫ്ലക്ഷൻ തരും. ഐ ജി ത്രൂ ദ ഗാൽവനോമീറ്റർ ഐ ജി ഈസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് നൾ ഡിഫ്ലക്ഷൻ. അതിലൂടെ കറണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെയും ഈ റെസിസ്റ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല. ഐ ത്രൂ ദിസ് റെസിസ്റ്റൻസ്, ഈ ഒരു ആറിലെ ഈ റെസിസ്റ്റൻസിലൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. മനസ്സിലായില്ലേ? ഇത് മറ്റൊരു ചോദ്യം. ഇത് 2 പോയിന്റ് എ ബി വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പോലെ തന്നെ തന്നിരിക്കണം, വേറൊന്നും തന്നിട്ടൊന്നുമില്ല. അപ്പം ഇങ്ങനെയാണ് ചോദ്യം. ഇനി ഇതൊരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണെങ്കിൽ ഒന്നാമത് ചോദ്യം ഏതാണ്? വാട്ട് ഈസ് ദ ബാലൻസിങ് കണ്ടീഷൻ? ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ത്? ക്വസ്റ്റ്യൻ നമ്പർ 2, ഫൈൻഡ് ഔട്ട് ദ നെറ്റ് റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട്. ഇതിനകത്തെ നെറ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഈ ചോദ്യം എല്ലാവരും ചെയ്യിപ്പിക്കുള്ളൂ. ഇതിന്റെ ഓരോ ആപ്ലിക്കേഷനാണ് നമ്മൾ മുമ്പേ ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ചോദ്യം. ഈ ചോദ്യം സ്കൂളിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ഇത് ധാരാളം കേട്ടോ. ഇപ്പൊ നോക്കി, ബാലൻസിങ് കണ്ടീഷൻ എന്നാണ് ഇവിടെ? P/Q ഈസ് ഈക്വൽ ടു R/S. അപ്പൊ എങ്ങനെയാവും? R/R ഈസ് ഈക്വൽ ടു R/R. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ എല്ലാ റെസിസ്റ്റൻസും തുല്യമാണ്. അത് തന്നെയാണ് അതിന്റെ ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറയണമെങ്കിൽ ഇതിനകത്തോടെ കടന്നു പോകണം. ഇതിനൊരു പേര് തന്നിരിക്കും പരീക്ഷ. ഇവിടെ ഒന്നും തന്നോന്ന് എനിക്ക് തന്നിട്ട് ഞാൻ കണ്ടില്ല. ഇതിനൊരു പേരിപ്പം P എന്ന് തന്നു കഴിഞ്ഞാൽ ഇതിനകത്തോടെ പോകുന്ന കറണ്ട് എത്രയായിരിക്കണം? I ത്രൂ റെസിസ്റ്റൻസ്, I ത്രൂ ദ റെസിസ്റ്റൻസ് P എത്രയായിരിക്കും? 0. ഇതാണ് അതിന്റെ ബാലൻസിങ് കണ്ടീഷൻ. ഞാൻ പറഞ്ഞു എഴുതേണ്ടത്. 2, ഇതിലെ നെറ്റ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്ര? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇവിടുന്ന് വരുന്ന കറണ്ട് ഇതിലേ വന്ന് ഇങ്ങനെ അങ്ങ് പോവും. ഇതിലേ വരുന്ന കറണ്ട് ഇതിലേ വന്ന് ഇതിലേ അങ്ങ് പോവും. ഇത് സീരീസ്, ഇത് രണ്ടും തമ്മിൽ സീരീസ്, ഇത് രണ്ടും തമ്മിൽ സീരീസ്. ഈ പോയിന്റും വെച്ച് നോക്കുമ്പം ഇവയും പാരലൽ. ഇത് R 2R പാരലൽ ടു 2R. 1/R ഈസ് ഈക്വൽ ടു 1/2R പ്ലസ് 1/2R. ശരിയല്ലേ? നെറ്റ് റെസിസ്റ്റൻസ് പാരലായി വരുമ്പം അപ്പം എത്ര വരും? 2 ഡിവൈഡഡ് ബൈ 1/2R. 1/R ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 2R വരും. That is equal to 1/R. Therefore, R is equal to 2R by 2. That is equal to R. ശരിയാണ്, ആൻസർ കൃത്യമാണ്. നിങ്ങളുടെ നോട്ടിലും കിട്ടിയേക്കുന്ന ആൻസർ കൃത്യമാണ്. പക്ഷെ നിങ്ങൾ R ഈസ് ഈക്വൽ ടു 1/Rന്റെ ഇക്വേഷൻ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ. 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 ആണെങ്കിൽ that is equal to R1 R2 by R1 plus R2. ആ ഇക്വേഷനാണ് മീറ്റു ചെയ്തത്. ഞാനതിനെ ഇങ്ങനെ ഒന്നുകൂടെ സ്റ്റെപ്പ് എഴുതിച്ച് 1/R ഈസ് ഈക്വൽ ടു LCM സെയിം ആയതുകൊണ്ട് മോള് കൂട്ടി 2 ഡിവൈഡ് ബൈ 2R. അത് 1/R ആണ്. R എടുക്കുമ്പോൾ അതിനെ തലതിരിച്ചിടും. 2R മോളിൽ പോകും, രണ്ടും ക്യാൻസൽ ചെയ്ത് R എന്ന് കിട്ടി. കണ്ടോ? അപ്പൊ നെറ്റ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ദ നെറ്റ് റെസിസ്റ്റൻസ് ഇൻ ദിസ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഈസ് ഈക്വൽ ടു ഒരെണ്ണത്തിന്റെ വാല്യൂ ക്യാപിറ്റൽ R. ഇനി തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം നോക്കിയേ. ഓരോ റെസിസ്റ്റൻസും എത്രയാണ് തന്നിരുന്നേ? സോനു,
ഇപ്പൊ ഞാൻ വരച്ച് ചെയ്യിപ്പിച്ച പ്രോബ്ലത്തെ ഓരോ റെസിസ്റ്റൻസ് എത്രയാന്നേ? 2 ഓം അല്ലേ തന്നിരുന്നേ? ഹലോ മീട്ടു, ആരെങ്കിലും പറഞ്ഞു തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തില് ഓരോ റെസിസ്റ്ററിന്റെ വാല്യൂ 2 ഓമാ തന്നിരുന്നേ. അത് നമ്മൾ ചെയ്ത് ഫൈനലി അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് അല്ലെ നെറ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ ആൻസറും 2 തന്നെ ആയിരുന്നു. ഇവിടെ നോക്കി, എല്ലാ റെസിസ്റ്ററിന്റെ വാല്യൂവും ക്യാപിറ്റൽ R ആണ്. നെറ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചപ്പം നെറ്റ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കിട്ടിയതും R ആണ്. സോ ദീസ് ആർ ദ പ്രോബ്ലം റിലേറ്റഡ് ടു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് or the balancing condition of Weisstone bridge or based on the principle Kirchhoff's law. ഇതും കൂടെ എഴുതിയെടുക്കുക കേട്ടോ. നമ്മൾ പറഞ്ഞ ഇതേ കാര്യമില്ലേ, അത് വെച്ച് തന്നെ ചെയ്യണം കേട്ടോ. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ അത് വെച്ച് നെറ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള 2 ചോദ്യം. ഫസ്റ്റ് വൺ ഹോംവർക്ക് 1. മുമ്പത്തെ പോലത്തെ തന്നെ സർക്യൂട്ട്, എല്ലാ റെസിസ്റ്റൻസിന്റെയും വാല്യൂ 10 ഓം. ഇത്രയും മാഞ്ഞു പോകും ഞാൻ അറിഞ്ഞില്ല, നന്നായിട്ടുണ്ടായിരുന്നു. This is also 10 ohm. 10 ohm, 10 ohm, 10 ohm, 10 ohm, 10 ohm. Find out the equivalent resistance between the point A and B. രണ്ടാമത്തെ ചോദ്യം, ഓരോ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഒക്കെ വ്യത്യാസമുണ്ട്. വേറൊരു ചോദ്യമാണ്. ഇവിടെ മുകളിൽ 3 റെസിസ്റ്റൻസ്, താഴെ 3 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് അവ തമ്മിൽ കണക്ട് ചെയ്യുന്ന 2 റെസിസ്റ്റൻസസ്. ദിസ് ഈസ് 5 ഓം, ദിസ് ഈസ് 10 ഓം, ദിസ് ഈസ് 15 ഓം, this is 10 ohm, this is 20 ohm, this is 30 ohm, this is 10 ohm, this is 10 ohm. Find out the equivalent resistance of this circuit. 2 ചോദ്യങ്ങൾ, രണ്ടെണ്ണത്തിലെയും ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നിങ്ങൾ മറ്റു രീതി വരയ്ക്കുന്നുണ്ടെങ്കിൽ, വേറെ ഇക്വലന്റ് സർക്യൂട്ടൊക്കെ വരയ്ക്കുന്നുണ്ട്, അങ്ങനെ വരച്ച് ചെയ്യുക. ഇല്ല, ഞാനിപ്പോൾ പറഞ്ഞ പോലെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് അത് ചെയ്യുക. ഇത് രണ്ടും കൂടെ ചെയ്ത് എനിക്കൊന്ന് അയച്ചു തരണം കേട്ടോ. അടുത്ത ഹെഡിങ് എഴുതിക്കോ, മീറ്റർ ബ്രിഡ്ജ്. സാർ ഇതിന് മുമ്പത്തെ റെസിസ്റ്റൻസ് ഒന്നുകൂടെ പറയാമോ? സോറി, ഞാനത് മായ്ച്ചായിരുന്നു. റെസിസ്റ്റൻസ് ആദ്യത്തെ ഏറ്റവും മുകളിൽ ഇങ്ങനെ സീരിയസ് 5, 10, 15. താഴത്തത് 10, 20, 30. താഴെ സീരിയസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പാരലായിട്ട് 2 വരുന്നത് 10 തന്നെ കേട്ടോ. നടുക്കും വരുന്നുണ്ടോ? നടുക്കിങ്ങനെ ഇങ്ങോട്ട് വന്നത് 2 10. രണ്ടും അടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടാൻ സാധ്യതയുണ്ട്. വന്നില്ലേ, കണ്ടോ? ഇത് 5 ഓം, 10 ഓം, 15 ഓം. ഇത് 10 ഓം, 20 ഓം, 30 ഓം. ഇത് രണ്ടും 10 ഓം. Find out the net resistance of the equivalent resistance of this circuit. Clear? ചോദ്യം എഴുതിയെടുത്തോ. നെക്സ്റ്റ് ഹെഡിങ് എഴുതിക്കോ, മീറ്റർ.
മീറ്റർ ബ്രിഡ്ജ് നിങ്ങൾക്കുണ്ടോ ദീപൊക്കെ? എസ് ആയിട്ടുണ്ടോ? ഉണ്ട് സാർ മീറ്റർ ബ്രിഡ്ജ്. നിങ്ങൾക്കൊരു വലിയ പടമാണ് തന്നേക്കുന്നത്, കുറെ മടക്കുകളൊക്കെ പോലെയുള്ള പടം. NCERT ടെക്സ്റ്റ് നോക്കിയിട്ട് പറയാം. ഓക്കെ, കണ്ടിട്ടില്ലേ ഇതുവരെ? ഇത് മീറ്റർ ബ്രിഡ്ജിന്റെ ഫിഗർ ആണ്. എൻ്റെ ഒപ്പം വരച്ചു ഒരു സമയം കളയേണ്ട. ഇവിടെ നമുക്കിവിടെ ഇതൊക്കെ സ്ക്രൂകളാണ്, കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഊരിയേച്ച് വയറ് കൊടുത്തിട്ട് മുറുക്കാൻ പറ്റുന്ന സ്ക്രൂകൾ. ഇത് മുഴുവൻ ഒരു തടിയുടെ പെട്ടിയെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി ഇതിന് ഇതുപോലെ ഒരു ജംഗ്ഷൻ, ഈ പോയിന്റ് ആണ് എ, ഈ പോയിന്റ് ആണ് ബി. എയിൽ നിന്ന് ബിയിലേക്ക് 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു വയർ, എയിൽ നിന്ന് ബിയിലേക്ക് 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു കണ്ടക്റ്റീവ് വയർ. ഇനി മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് കൊടുത്തിരിക്കുക, അല്ല സോറി, റെസിസ്റ്റർ കൊടുത്തിരിക്കുകയാണ്. അതിന്റെ വാല്യൂ എനിക്ക് അറിയത്തില്ല. ഇനി ഇവിടെ ഒരു റെസിസ്റ്റൻസ് ബോക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവോ എന്ന് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓരോ റെസിസ്റ്റൻസ് ഇങ്ങനെ ഊരി ഊരി ഇടാൻ പറ്റുന്ന, എത്ര ഓം വേണേലും ഇൻസെർട്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് അറിയാവുന്ന റെസിസ്റ്റൻസ് ഇവിടെ കൊടുത്തിരിക്കുക, കണ്ടോ? ഇനി ഇതിന്റെ സെൻട്രൽ നമുക്കൊരു പോയിന്റോടെ ഉണ്ട്. അതേ നമ്മൾ എന്നാ വെച്ചാൽ അവിടുന്ന് ആദ്യം ഒരു ഗാൽവനോമീറ്ററോട്ട് ഘടിപ്പിക്കുക. നിങ്ങൾ ഇതെല്ലാം ഉണ്ടായാൽ മതി, എവിടെയെങ്കിലും വരച്ചാൽ മതി കേട്ടോ. ഗാൽവനോമീറ്റർ കൊടുക്കുക. ഗാൽവനോമീറ്ററിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ അധികം വേരി ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു ഹൈ റെസിസ്റ്റൻസിലോട്ട് കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് ഒരു ജോക്കി വഴി, അതായത് ഇങ്ങനെ പേന വഴിക്കുന്ന ഒരു കണ്ടക്റ്റിംഗ് മെറ്റീരിയലാണ്. അപ്പോൾ ഈ കറണ്ട് ഇങ്ങനെ നമുക്ക് ഈ വയർ വഴി ഓടിച്ചുകൊണ്ട് നടക്കാം. അപ്പോൾ ഏത് പോയിന്റിലാണോ ആ വയറെ കൊണ്ടുവരുമ്പം ഈ ഗാൽവനോമീറ്ററിന്റെ വാല്യൂ 0 ആകുന്നത്, ദാറ്റ് ഈസ് ദ ബാലൻസിങ് കണ്ടീഷൻ ഓഫ് ദിസ് മീറ്റർ ബ്രിഡ്ജ്. അതായത് ഇവിടെ ഒരു പോയിന്റ് എടുത്തെന്ന് വെക്കുക, ജെ എന്ന് ഞാൻ എടുത്തു, ജോക്കി എന്നുള്ളതിന് പകരം ജെ എന്ന് എടുത്തു. ആ പോയിന്റെ കൊണ്ടേ കുത്തിക്കഴിഞ്ഞപ്പം എന്നാ പറ്റിയെൻ്റെ IG അല്ലെ ഗാൽവനോമീറ്ററിലെ കറണ്ട് 0 ആയി. ദാറ്റ് ഈസ് ദ ബാലൻസിങ് കണ്ടീഷൻ. അതല്ലേ നമ്മൾ അവിടെയും പറഞ്ഞ IG 0 ആകും വീസ്റ്റോൺ ബ്രിഡ്ജ്. ഇനി തീർന്നില്ല, ഇങ്ങോട്ട് നമുക്ക് പവർ അല്ലെ കറണ്ട് കൊടുക്കണം. അപ്പം ഇവിടുന്ന് ഒരു ബാറ്ററി വേണം. ആ ബാറ്ററി കഴിഞ്ഞിട്ട് ഈ വശത്ത് ഒരു കീ ഇടണം കേട്ടോ, കറണ്ട് ഇങ്ങോട്ടല്ലേ പോകണം. ഇങ്ങോട്ട് കീ ഇപ്പറേ കേട്ടോ ഇങ്ങോട്ട് വരയ്ക്കണ്ടേ. അതിന് കുറച്ചാലും കുഴപ്പമില്ലായിരിക്കും, എന്നാലും ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പം ഈ സാധനം സ്റ്റീലാ, തടിയുടെ പെട്ടിയെ സ്റ്റീലായിട്ടിരിക്കും. ഇത് സ്റ്റീലാ, മനസ്സിലായ? അപ്പം എന്നാ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ കറണ്ട് വന്നാൽ ഇത് ഇതിലെ ഇങ്ങോട്ടും പോകും. ഇതിൻ്റെ ഈ എൻഡിലൂടെ കറണ്ട് ഇങ്ങനെ കയറി ഇതിലെ വന്ന് ഇങ്ങനെ വരും. ഇത് മുഴുവൻ ഒരു തടിപ്പെട്ടിയായിരിക്കും. ഇതാണ് മീറ്റർ ബ്രിഡ്ജ്. അപ്പം ഇതിന് എന്നാക്ക ഭാഗങ്ങളുണ്ട്? ഇത് എക്സ് എന്ന് പറയുന്നത് അൺനോൺ റെസിസ്റ്റൻസ്, എനിക്കറിയത്തില്ലാത്ത റെസിസ്റ്റൻസ്. R എന്ന് പറയുന്നത് എനിക്കറിയാവുന്ന റെസിസ്റ്റൻസ്. പിന്നെ എന്നാ ഉണ്ട്? ഒരു ഗാൽവനോമീറ്റർ. ഹൈ റെസിസ്റ്റൻസ് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഗാൽവനോമീറ്ററിന്റെ സൂചി ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും, വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കൃത്യം വാല്യൂ നിർത്താൻ വേണ്ടി, അല്ലെ അങ്ങോട്ട് ഈ അറ്റത്ത് കുത്തിയാൽ ഇപ്പൊ ഗാൽവനോമീറ്ററിന്റെ റീഡിങ് ഇങ്ങോട്ട് സൂചി പോയാൽ ഈ അറ്റത്ത് കുത്തുമ്പോൾ ഗാൽവനോമീറ്ററിന്റെ സൂചി ഇങ്ങ് പോകും. അപ്പൊ ഇത് ഞാൻ അടുക്കോടി ഓടിച്ച് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ ആ ഗാൽവനോമീറ്ററിന്റെ പോയിന്റ് വെച്ച് കഴിയുമ്പം കൃത്യം അത് 0 അല്ല നൾ ഡിഫ്ലക്ഷൻ ആയിരിക്കും. അതിനു വേണ്ടിയാണ് ഒരു ഹൈ റെസിസ്റ്റൻസ് HR
അവിടുന്ന് ഈ പറയുന്ന വയറിലൂടെ 1 മീറ്റർ, ഇതിൻ്റെ മൊത്തം ലെങ്ത് 1 മീറ്റർ ആണ്. ഈ 1 മീറ്റർ ലെങ്ത് ഉള്ള വയറിലൂടെ ഓടിച്ചു നടക്കാൻ വേണ്ടി നമ്മൾ അവിടുന്ന് ഒരു ജോക്കിയോടെ കൊടുക്കും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു കീ വേണം, ഓണാക്കാനും വേണ്ടപ്പോൾ ഓഫാക്കാനും. കീ ഊരിയ ഓഫാകും, കീ അങ്ങ് ഇടുമ്പം അതിങ്ങനെ ഒരു പെട്ടി പോലെ ഇരിക്കും. കണ്ടിട്ടുണ്ടോ? ഒരു പെട്ടി പോലെ ഇരിക്കും. ഇവിടെ ഒരു ഹോളാണ്, ഇവിടുന്ന് കറണ്ട് വരും, ഇവിടുന്ന് കറണ്ട് ഇറങ്ങി പോകും. ഇത് ഓപ്പൺ ആയി കിടക്കുമ്പോൾ ഇല്ല, ഇതിനകത്തോട്ട് ഒരു കീ അങ്ങ് ഇൻസേർട്ട് ചെയ്യുമ്പം കണക്ഷൻ ഇങ്ങോട്ടും പോകും, കറണ്ട് കടന്നു പോകും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നമുക്കൊരു പവർ സപ്ലൈ വേണം. ഇത്രയാണ് നമുക്ക് വേണ്ട സാമഗ്രികൾ. ഇനി കേൾക്കുക, മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പഠിച്ചതാ കിർച്ചോഫ്സ് ലോ. കിർച്ചോഫ്സ് ലോ കഴിഞ്ഞിട്ട് വീസ്റ്റോം ബ്രിഡ്ജ്, വീസ്റ്റോം ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് മീറ്റർ. സോ ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് വീസ്റ്റോം ബ്രിഡ്ജ്. തെറ്റിക്കില്ല കേട്ടോ. ഓർഡർ ഓർക്കണം. ആദ്യം കിർച്ചോഫ്സ് ലോ ആണ്. കിർച്ചോഫ്സ് ലോയുടെ ആപ്ലിക്കേഷനാണ് വീസ്റ്റോൺ ബ്രിഡ്ജ്. വീസ്റ്റോൺ ബ്രിഡ്ജിന്റെ ആപ്ലിക്കേഷനാണ് മീറ്റർ ബ്രിഡ്ജ്. സോ ഇറ്റ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് വീസ്റ്റോൺ ബ്രിഡ്ജ്. ഇനി തിരിച്ച് പ്രിൻസിപ്പിൾ ചോദിക്കുകയാണെങ്കിൽ വീസ്റ്റോൺ ബ്രിഡ്ജിന്റെ പ്രിൻസിപ്പിൾ മീറ്റർ ബ്രിഡ്ജിന്റെ പ്രിൻസിപ്പിൾ വീസ്റ്റോൺ ബ്രിഡ്ജ്, വീസ്റ്റോൺ ബ്രിഡ്ജിന്റെ പ്രിൻസിപ്പിൾ കിർച്ചോഫ്സ് ലോ. ഇനി മീറ്റർ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് അതിന്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ് പൊട്ടൻഷ്യോമീറ്റർ. ഇങ്ങനെയെല്ലാം കണക്ട് ചെയ്തിരിക്കട്ടെ. അപ്പം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഏതിൻ്റെയാണ്? വീസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ആപ്ലിക്കേഷനാണെന്ന് എഴുതണം. ഇനി എന്തിനാണിത്? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നോക്കിയേ, വീസ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു? 3 നോൺ റെസിസ്റ്റൻസ് ഉപയോഗിച്ച് ഒരു അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഇവിടെ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരു റെസിസ്റ്റൻസ് മതി അറിയാവുന്നത്, അറിയത്തില്ലാത്ത റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് അവിടെ 3 എണ്ണം വേണമായിരുന്നു, അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. Only by using one known resistance, we can find out the another or unknown resistance. 3 റെസിസ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് അറിയത്തില്ലാത്ത ഒരു റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന വീസ്റ്റോൺ ബ്രിഡ്ജിന് പകരം ഒരറിയാവുന്ന റെസിസ്റ്റൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് അറിയത്തില്ലാത്ത ഒരു റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇത് അഡ്വാൻറ്റേജ് അല്ലെ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ മറ്റേതിനേക്കാളും എന്നാ പറഞ്ഞേ അഡ്വാൻറ്റേജ് ഇതിന് എന്നാ ഉള്ളതെന്ന് ചോദിച്ചാൽ അത് എഴുതാം. അവിടെ 3 റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അറിയത്തില്ലാത്ത കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ പറഞ്ഞ പോലെ ജോക്കി ഇവിടെ നിന്ന് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞു ഈ പോയിന്റ് വന്നപ്പം ഗാൽവനോമീറ്ററിന്റെ വാല്യൂ 0 ആയി, ഓർ IG 0 ആയ ലെങ്ത് കണ്ടുപിടിക്കും. അപ്പം മൊത്തം 1 മീറ്റർ ആണെങ്കിൽ ഈ വശത്ത് നിന്ന് ഇവിടം വരെയുള്ള ഇനി എല്ലിന് എടുത്തു കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് 1 - L ആയിരിക്കും. 1 മീറ്ററിന് -L ആയിരിക്കും. ശരിയല്ലേ? ഇവിടെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു A, ഇത് J. ഇപ്പം A മുതൽ J വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് L ആയിട്ട് എടുക്കുക, സ്മോൾ L. J മുതൽ B വരെയുള്ള ലെങ്ത് 1 - L. മൊത്തം 1 മീറ്റർ ആണെങ്കിൽ 1 - L. ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചു വേണം. ലെറ്റ് സ്മോൾ r എന്ന് പറയുന്നത് യൂണിറ്റ് ലെങ്തിലെ ഈ വയറിന്റെ റെസിസ്റ്റൻസ്, അതായത് ഇവിടെ മുതൽ ഇവിടം വരെയും കൊടുത്തിരിക്കുന്ന ഈ വയറിന് ഇപ്പം 1 മീറ്റർ ആണ്, നമുക്ക് പറയാം ഇങ്ങനെ മില്ലിമീറ്റർ ഇങ്ങനെ പോകും. അതിൽ 1 യൂണിറ്റ് ലെങ്തിന്റെ റെസിസ്റ്റൻസ് ആണ് സ്മോൾ r എങ്കിൽ ഈ AJ മൂലമുള്ള മൊത്തം റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ആ Lനെ R കൊണ്ട് ഗുണിച്ചെടുക്കാം. സോ AJ മൂലമുള്ള സ്മോൾ r ഈസ് ദ resistance of the
യൂണിറ്റ് ലെങ്ത് ഓഫ് ദ വയർ. യൂണിറ്റ് ലെങ്തിലെ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ മൊത്തം റെസിസ്റ്റൻസ് കാണാൻ ആ ലെങ്തിനെ ഗുണിച്ചാൽ മതി. അപ്പോൾ L × R എന്ന് ഇത് വരും. താഴത്തെ J to B എന്ന് പറയണത് R × 1 - L എന്ന് വരും. ശരിയല്ലേ? ഇനി നോക്കിയേ, ഇനി ഞാൻ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിലേക്ക് ഒന്ന് തിരിച്ചു പോവാണ്. P/Q = R/S. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഈ ജെയ്ക്ക് ഇപ്പുറത്തോട്ടുള്ള ഭാഗത്ത് ഒരു റെസിസ്റ്റൻസ്. അപ്പം അതിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം എക്സ്, ഇവിടെ ആറ്, ഇവിടെ എത്രയാണ് നമ്മളിപ്പോൾ എഴുതിയേ? L × R. ഇവിടെ 1 - L × R. അപ്പം നമുക്ക് എഴുതാം P/Q എഴുതിയ പോലെ എഴുതാം X/R ഇതേ ബൈ R. ബൈ ദ ബാലൻസിങ് കണ്ടീഷൻ X / R = ഇപ്പം നമുക്ക് ഇങ്ങനെ വേണേൽ എഴുതാം ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ L മൂലം L × R / R × 1 - L. ഇത് രണ്ടും വെട്ടിക്കളഞ്ഞാൽ എന്നാ പറ്റും? L / 1 - L അല്ലേ? X/R = L / 1 - L. ഇനി നോക്കിയേ, L എന്ന് പറയുന്നത് AJയുടെ ലെങ്ത്. അപ്പം നമുക്ക് എന്നാ എഴുതാം? X/R = AJ / BJ അല്ലെ? J മുതൽ B വരെ. അപ്പം എനിക്കിതിനെ അറിയത്തില്ലാത്തത് ഏത് റെസിസ്റ്റൻസ്? എക്സ് കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം? എക്സ് കണ്ടുപിടിക്കാൻ അറിയാവുന്ന റെസിസ്റ്റൻസ് പെട്ടിയുടെ റെസിസ്റ്റൻസ് വാല്യൂ ഇൻറ്റു A മുതൽ J വരെയുള്ള ലെങ്തിനെ ഗുണിച്ചിട്ട് B മുതൽ J വരെയുള്ള ലെങ്ത് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ലാതിരുന്ന അൺനോൺ റെസിസ്റ്റൻസ് എക്സിന്റെ വാല്യൂ അറിയാവുന്ന ഒറ്റ റെസിസ്റ്റൻസ് ഉപയോഗിച്ചു കണ്ടുപിടിച്ചു. ദിസ് ഈസ് മീറ്റർ ബ്രിഡ്ജ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുണ്ടോ? ഉണ്ടോ? എനിക്കറിയില്ല. പണ്ട് നമുക്ക് ഉണ്ടായിരുന്നു. ഡിഗ്രിക്കൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇവിടെ ഒരു വാല്യൂ എഴുതാം. മൊത്തം 100 സെൻറ്റിമീറ്റർ. അപ്പം ഇത് 30 കിട്ടി, ഇത് 70 കിട്ടി. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പം ഒരു 10 Ohm ആണ് റെസിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത്. ഈ എക്സ് കണ്ടുപിടിക്കാൻ തന്നെ ഒരു പാടുമില്ല. X = 10 Ohmന്റെ 10 ഇൻറ്റു A മുതൽ J വരെയുള്ള ലെങ്ത് 30 ഡിവൈഡഡ് ബൈ 70. ദാറ്റ് ഈസ് ഈക്വൽ ടു 300 ഡിവൈഡഡ് ബൈ 70. That is equal to 30 by 7. That is equal to 4 point something. That much ohm. അതാണ് നമുക്ക് ഈ അറിയത്തില്ലാത്ത റെസിസ്റ്ററിൻ്റെ വാല്യൂ. അങ്ങനെ അറിയാവുന്ന ഒരു റെസിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് അറിയത്തില്ലാത്ത റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് മീറ്റർ ബ്രിഡ്ജ്. മറ്റേ അതിന് മുമ്പ് ഉണ്ടായിരുന്ന വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആയിരുന്നപ്പം 3 റെസിസ്റ്റൻസ് വേണമായിരുന്നു. ഇവിടെ ഒരെണ്ണം മതി. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇതിൻ്റെ പ്രിൻസിപ്പിള് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് തന്നെ. ഇതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്നതാണ് അടുത്തത് പൊട്ടൻഷ്യോമീറ്റർ. ഓക്കെ.